എൻ്റെ അടുത്ത് വന്ന് ഒരു വ്യക്തി 2-3 ദിവസങ്ങൾക്ക് മുന്നേ ഞാനൊരു സൂപ്പർ മാർക്കറ്റിലേക്ക് പോയിരുന്നു. അപ്പോൾ എന്നോട് വന്ന് ചോദിച്ചു, ഏതെങ്കിലും ജോലിയുണ്ടോ നിങ്ങളുടെ അറിവിൽ ഈ തലവേദനയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്? അപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടം തോന്നി. എന്താണെന്ന് വെച്ചാൽ, 1-2 ഒഴിവുകൾ കണ്ടിട്ട് വീഡിയോ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ എൻ്റെ അടുത്ത് വന്നവർ ചോദിക്കണ്ടെങ്കിൽ അവൻ്റെ കാര്യം വളരെ പരിതാപകരമായിരിക്കും. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഈ സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റുകളിൽ ജോലി ചെയ്യുന്നവരുടെ അവിടെ പ്രൊമോഷനും കാര്യങ്ങൾക്ക് വേണ്ടി പല ആൾക്കാരും വിളിക്കുകയും അവർ പ്രൊമോഷൻ ചെയ്യിപ്പിക്കുകയും ചെയ്യും. അവിടെ നിൽക്കുന്ന സ്റ്റാഫിൻ്റെ വിഷമങ്ങൾ, സ്റ്റാഫിൻ്റെ പ്രശ്നങ്ങൾ അത് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റാത്തവർ അത്തരം വീഡിയോ ചെയ്യുന്നവരോട് ശ്രദ്ധിക്കണം. കാരണം എല്ലാത്തിനും നയിക്കേണ്ടതും കാര്യങ്ങളും കൂടുതൽ അവർ തന്നെയാണ്. ചിലപ്പോൾ ഒരു സ്റ്റാഫ് പെട്ടെന്ന് ക്യാൻസലായിട്ട് പോയിട്ടുണ്ടെങ്കിലും 2 സെക്ഷനും നോക്കാൻ വേണ്ടി പല ആൾക്കാർക്കും അത് ബാധ്യതയായി. അപ്പോൾ അവരെ ഏൽപ്പിക്കും. അപ്പോൾ അവർക്ക് അത് എത്തിപ്പെടാൻ പറ്റില്ല. പക്ഷേ അവർക്കുള്ള പ്രശ്നങ്ങളും മനസ്സിലാക്കി അവരെയും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ആ സൂപ്പർ മാർക്കറ്റിലും ഹൈപ്പർ മാർക്കറ്റിലും മാറണം. കാരണം തുച്ഛമായ ജോലിയിൽ എല്ലാം ഇട്ടെറിഞ്ഞ് എന്ത് ജോലിയും ചെയ്യാമെന്ന് പറയുന്ന കുറച്ച് പേരുണ്ടാവും. ആ കുറച്ച് പേരാണ് ഈ സൂപ്പർ മാർക്കറ്റിലെങ്കിലും വന്ന് നിൽക്കുന്നത്. അവിടെ അവർക്ക് സുഖവും സന്തോഷവും സമാധാനവും കൊടുക്കാൻ ശ്രമിക്കണം. കാരണം അവരുടെ റിസൾട്ട് നിങ്ങൾക്ക് തന്നെ ആയിരിക്കും. നിങ്ങളുടെ ലാഭത്തിന് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന പ്രൊമോഷന് അവരുടെ വർക്കും അതിനനുസരിച്ച് നിങ്ങളുടെ കൂടെ തന്നെ ആയിരിക്കും. ഞാൻ കണ്ടു, അജ്മാനിലൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അവിടെ സ്റ്റാഫിനോട് കാണിക്കുന്ന പേരൊന്നും ഞാൻ പറയുന്നില്ല, കാരണം ഞാൻ വീഡിയോസേ കണ്ടിട്ടുള്ളൂ, ഡയറക്റ്റ് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അത്തരത്തിലുള്ള പ്രൊമോഷൻസും അത്തരത്തിലുള്ള അതായത് സപ്പോർട്ടും സ്റ്റാഫിന് കിട്ടുന്ന രീതിയിലുള്ള സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റ് ഇവിടെ ഉണ്ടെങ്കിൽ ഒരാളും അവിടെ നിന്ന് ക്യാൻസലായിട്ട് പോകില്ല. കാരണം അവരിഷ്ടം അതാണെങ്കിൽ അതായിരിക്കും അവരുടെ സന്തോഷം. അത് കാണാൻ ശ്രമിക്കുക. അല്ലാതെ പ്രൊമോഷൻ കൊണ്ട് നമ്മൾ ബിസിനസ് മാത്രം വർദ്ധിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല. താങ്ക് യു.